വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് കിച്ചൺ. സോ ഏതൊക്കെ ടൈപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കിച്ചൺ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും? പഴയ കാലത്തെ കിച്ചണെ അപേക്ഷിച്ച് ഇന്നത്തെ കിച്ചൺ മോഡലിലും സ്റ്റൈലിലും വ്യത്യാസമുണ്ട്. ഇപ്പം ഇന്ന് അതായത് മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത്, ഷെൽഫ് അലൈൻമെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ആക്സസറി സെലക്ഷൻ, ഇതിലെല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പലതരം മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതിൽ WPC, PVC, മറൈൻ പ്ലൈവുഡ്, ഗ്ലാസ്, അതുപോലെ തന്നെ അലുമിനിയം, സ്റ്റീൽ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്. ഒരു ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ഏത് മെറ്റീരിയൽ വേണമെന്ന് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ അതിൻ്റെ ക്വാളിറ്റിയും കൂടെ നമ്മൾ നോക്കണം. കിച്ചൺ സിങ്ക് പോലെ നനവ് വരുന്ന ഏരിയയിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കിച്ചണിൽ സിങ്ക് വരുന്ന ഏരിയ, അതുപോലെ അണ്ടർ ക്യാബിനറ്റ് നമ്മൾ അക്വാഗാർഡ് വെക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ബാക്ക് സൈഡിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ പൈപ്പിംഗ് പോകുന്നുണ്ടെങ്കിൽ, ഈ സ്ഥലങ്ങളിലെല്ലാം WPC അല്ലെങ്കിൽ മൾട്ടിവുഡ്, PVC മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. വെള്ളവുമായിട്ട് കോൺടാക്റ്റ് വരുന്ന ഏരിയയിലെല്ലാം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാം, ബെഡ്റൂം തന്നെ കുട്ടികളുടെ സ്റ്റഡി റൂമായി അറേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? പറ്റുമല്ലോ. അതായത് കറക്റ്റ് വെന്റിലേഷൻ വരുന്ന ഏരിയയിൽ നമുക്ക് സ്റ്റഡി ടേബിൾ, ബുക്ക് ഷെൽഫ് അങ്ങനെ അറേഞ്ച് ചെയ്യാം. ആ ഒരു സ്ട്രൈറ്റ് ലൈനിൽ തന്നെ നമുക്ക് വാർഡ്രോബും വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. കൂടുതൽ ഡ്രോയേഴ്സ് ആഡ് ചെയ്യാം. ചില കുട്ടികൾ വായിക്കുന്ന സ്വഭാവം ഉള്ളതാണെങ്കിൽ ഒരു ചെറിയ സോഫ ഏതെങ്കിലും സൈഡിൽ അറേഞ്ച് ചെയ്താൽ അവർ കിടന്നും ഇരുന്നും ഒക്കെ വായിക്കും. അതിനടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ റൂമിലുള്ള ലൈറ്റിംഗ് ആണ്. വൈറ്റ് ലൈറ്റാണ് എപ്പോഴും ആവശ്യം അവർ വായിക്കുന്നത് കാരണം. പിന്നെ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു ടേബിൾ ലാമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ടാസ്ക് ലൈറ്റ് വയ്ക്കുക നന്നായിരിക്കും. കുട്ടികൾ കിടന്ന് വായിക്കുന്നവരൊക്കെ ആണെങ്കിൽ ബെഡിൻ്റെ സൈഡിൽ ഒരു ബെഡ് ലാമ്പ് അത്യാവശ്യമാണ്, രാത്രിയിലൊക്കെ വായിക്കുകയാണെങ്കിൽ. പിന്നെ കളറിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ലൈറ്റ് ഷെയ്ഡ്, അതായത് പേസ്റ്റൽ കളേഴ്സ് ആണെങ്കിൽ നന്നായിരിക്കും. അങ്ങനെയുള്ള ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കുക. കുട്ടികളുടെ റൂമിൽ ചെറിയൊരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടാനായിട്ട് ചെറിയ വേർഡിങ്, അതായത് മോട്ടിവേഷണൽ വേർഡിങ് അല്ലെങ്കിൽ പിക്ചറുകൾ, ഇതൊക്കെ കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്കതൊരു പോസിറ്റീവ് വൈബ് ആ മുറിയിലിരുന്ന് പഠിക്കുമ്പോൾ കിട്ടും. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവരുടെ ബെഡ്റൂം തന്നെ നമുക്ക് ഒരു സ്റ്റഡി ഏരിയയായി മാറ്റാൻ പറ്റും.